വെൽക്കം ടു ജസീസ് കിച്ചൺ. ഇന്നൊരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഷവർമയുടെ രുചിയിലുള്ള വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഷവർമയുടെ രുചിയിലുള്ള ഈ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ ഒരു കപ്പ് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കുക്കുംബറും ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കാബേജും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലെമണിൻ്റെ പകുതി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ സ്നാക്സിലേക്ക് ഷവർമയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മയണീസ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 അല്ലി വെളുത്തുള്ളിയും 1 പീസ് ലെമണിൻ്റെ പകുതിയും അതിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. 1 മുട്ടയുടെ വെള്ളയും ചേർത്ത് കൊടുക്കാം. മഞ്ഞ ആവാതെ നമുക്ക് വെള്ളം മാത്രം എടുത്ത് ചേർത്ത് കൊടുക്കണം. 1 പിഞ്ച് ഉപ്പും ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കണം. ഒന്ന് റോൾ ചെയ്തെടുക്കാൻ കഴിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വെജിറ്റബിൾസിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ടാവും. അതിന് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചായിട്ട് നമുക്ക് ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇങ്ങനെ ഒന്ന് റോളാക്കി എടുക്കാം. നമുക്കിത് വേണമെങ്കിൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഈസി ഏതാണെന്നോ അതേപോലെ ചെയ്തെടുക്കാം. ഇനി റോളാക്കി വെച്ചതൊക്കെ ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പം നമ്മുടെ ഷവർമയുടെ ഒരു ടേസ്റ്റിലാണ് ഈ സ്നാക്ക് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ